താങ്ക് യു സോ മച്ച് ഫോർ ക്ലിക്കിംഗ് ഓൺ ദിസ് വീഡിയോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. കുറേ ആലോചിച്ചു, എന്താ ഡോക്യുമെൻ്റ് ചെയ്യുക, എന്താ റെക്കോർഡ് ചെയ്യുക, അങ്ങനെ ആലോചിച്ച് മൈഗ്രെയിൻ വന്നതല്ലാതെ നല്ല ഐഡിയാസ് ഒന്നും വന്നില്ല. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ തോന്നിയ ഒരു ഐഡിയ ആണ്, ഓക്കെ ഇത് കഴിയുമ്പോൾ തൊട്ടിട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് തുടങ്ങാമെന്ന്. ഇതൊരു വീക്ക് ഡേ തേഴ്സ്ഡേ ആണ്. സോ രാവിലെ പ്ലേ സ്കൂളിൽ പോയി ചെറിയ ആള്, വലിയ ആൾ ഓഫീസിൽ പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് പീസ്ഫുള്ളായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ആഴ്ചയിൽ ഒരു ദിവസം വലിയ പണിയില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തട്ടിക്കൂട്ടും. അത് ഓട്സ് ആണ് കേട്ടോ. ഈ ഓട്സ് കഴിച്ചാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഈ മധുരം കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി എരിവ് കഴിക്കേണ്ട ഒരു ശീലമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ സൈഡിലൊരു എഗ്ഗും കൂടെ ഭംഗിക്ക് വെച്ചു എന്നേ ഉള്ളൂ. അവിടെ ഫുള്ളിങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മെസ്സായിട്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ എൻ്റെ അമ്മ ഒരു സർപ്രൈസ് വിസിറ്റ് എന്നും പറഞ്ഞെങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ ഒരു മിനി ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കും. അമ്മയൊക്കെ ഇങ്ങനെ ഭയങ്കര ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അതും ശരിയാവില്ല ഇതും ശരിയാവില്ല എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരൊറ്റ ക്ലീനിങ് ആയിരിക്കും. എനിക്ക് സാലഡിൻ്റെ കൂടെ ഹമ്മസ് വേണം. സോ ഞാൻ വെള്ളക്കടല ബോയിൽ ചെയ്തതാണ്. ഇത് ഞാൻ ഇന്ന് ചെമ്മീൻ ചോറാണ്. സോ അതിന് ഞാൻ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് വറുത്ത് വെച്ചു. ഇത് ബ്രിഞ്ചോളിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബ്രിഞ്ചോൾ ചതച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ റീസെൻ്റ്ലി കണ്ടുപിടിച്ചതാണ് ഈ സംഭവം. കാരണം ബ്രിഞ്ചോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐ തോട്ട് അങ്ങനെയെങ്കിലും ബ്രിഞ്ചോൾ ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ദിസ് ഇസ് കോംബുച്ച. എനിക്കറിയാം, മോസ്റ്റ് ഓഫ് യു മൈറ്റ് നോ അബൌട്ട് ദിസ്. കോംബുച്ച ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഇത് ഫെർമെൻറ്റ് ചെയ്ത ഡ്രിങ്ക് ആണ് കേട്ടോ. മാംഗോ ഫ്ലേവറാണ്. സോ ഇത് ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രിങ്ക്. അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഷുഗറി ഡ്രിങ്ക്സ് കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനത്തെ ഇതാണ്. ഇത് ഫെർമെൻറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഗട്ട് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. പ്രോബയോട്ടിക് ആണ്. സോ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. ഈ ബ്ലോട്ടിങ് ആൻഡ് ഡൈജഷൻ ഒക്കെ ഉള്ളതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ കോംബുച്ച വെച്ചിട്ട് നിങ്ങൾക്കത് സ്വാപ്പ് ചെയ്യാം, വിച്ച് ഇസ് റിയലി നൈസ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദർ ആർ സോ മെനി ബ്രാൻഡ്സ്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ബ്രാൻഡിൻ്റെ എടുത്തുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഓരോന്നിൻ്റെ ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചു, ഇങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചു. അതാകുമ്പോൾ ഒറ്റയടിക്ക് കുക്കിംഗ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വഴുതനങ്ങ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ഒന്നല്ല കേട്ടോ. എവിടെ റീൽസിൽ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എവിടെ കണ്ടു എന്ന് പറഞ്ഞാലും ആരുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഈ വഴുതനങ്ങ പോലത്തെ ഒരു വെജിറ്റബിൾ ഞാൻ ട്രൈ ചെയ്തു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ 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 ഷോക്കിംഗ് ആണ്. 7 അയൽവക്കത്ത് പോലും കയറ്റാത്ത ഒരു വെജിറ്റബിൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഇതാണ്. അത് മാത്രമോ? എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതായത് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ഉണ്ടാക്കും. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹസ്ബൻഡ്. വഴുതനങ്ങ പുള്ളിയുടെ ഏറ്റവും ഫേവററ്റാണ്. വഴുതനങ്ങ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതുക്ക് മേലെ എന്തെങ്കിലും പറയണം. സോ ഈ റെസിപ്പി വഴുതനങ്ങ വീട്ടിൽ കയറ്റാത്ത, വെജിറ്റബിളായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത എന്നെപ്പോലെയുള്ള ബ്രിഞ്ചോൾ വിദ്വേഷികൾക്കുള്ളതാണ്. റെസിപ്പി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇത് ചതച്ച് റെഡിയാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ എന്നെപ്പറ്റി പതിയെ ഞാൻ ഓരോരോ വീഡിയോസിലായിട്ട് പറയാം. ബട്ട് ടു സ്റ്റാർട്ട് വിത്ത്, ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ വന്നിട്ട് ഫ്യൂ മന്ത്സ് ആവുന്നതേ ഉള്ളൂ. നാട്ടിലെവിടെയാ എന്ന് ചോദിക്കുന്നവരോട്, നാട്ടിൽ കൊച്ചിയിലാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ക്വിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങളിവിടെ സെറ്റിൽഡ് ആയിരുന്നു. പിന്നെ നാട്ടിൽ പോയി, കൊറോണ വന്നു. 5 വർഷം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് ദിസ് സീംസ് ലൈക്ക് എ ന്യൂ പ്ലേസ് ഓൺലി. എനിക്ക് പുതിയൊരു സ്ഥലം പോലെ തോന്നുന്നു. കുറേ ചേഞ്ചസ് വന്നു, മെട്രോ പണിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. സോ ഐ ഫീൽ ലൈക്ക് എ ന്യൂ ബിഗിനിങ്. ഞാൻ എന്തോ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് എന്നൊന്നും എനിക്ക് തോന്നണേ ഇല്ല. ഒരു പുതിയ തുടക്കം പോലെ തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. പോയപ്പോൾ പക്ഷേ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ച് വന്നപ്പോൾ ഒരാൾ കൂടി എക്സ്ട്രാ ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ 3 പേരാണുള്ളത്. ഞാൻ, ഹസ്ബൻഡ് ആൻഡ് മോനുണ്ട്. അപ്പോൾ നമ്മളുടെ വഴുതനങ്ങ കറിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്നിട്ട് മൂപ്പിച്ചു. പിന്നെ പച്ചമുളക്, സവാള, അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ തക്കാളിയും കൂടെ, ഇതൊന്ന് വഴറ്റി വരുമ്പോഴത്തേനും തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
പിന്നെ ബ്രിഞ്ചോൾ ചതയ്ക്കല കേട്ടോ, എൻ്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ അത് ഒന്ന് നമ്മൾ ചുട്ടെടുക്കണം. ചുടുന്നതിന് മുന്നേ അതിനെ ഒന്ന് വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളുത്തുള്ളിയും പിന്നെ മുളകും കൂടെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് ചുട്ടെടുക്കണം. അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മളൊന്ന് നന്നായിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നത്. ഇത് ഇവിടുത്തെ ഓയിലിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ എത്ര പിൻട്രസ്റ്റി ഓയിൽ ബോട്ടിൽസ് മേടിച്ചാലും ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അത് ഇവിടുത്തെ തണുപ്പിൻ്റെ. അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയാണ് ഇടുന്നത്. അതുകൊണ്ട് എണ്ണ ഇടുന്നതിൻ്റെ ഒരു സുഖം കിട്ടില്ല. ഇപ്പോൾ വീണില്ലേ കടുകുകൾ, അത് അബദ്ധത്തിൽ വീണത് തന്നെയാണ്, അറിഞ്ഞുകൊണ്ടിട്ടതല്ല, അത്രയും ചാടിപ്പോയതാണ്, ഒന്നും പറയാനില്ല. ഇത് നമ്മളുടെ ബജി മുളകാണ് കേട്ടോ. എനിക്ക് ഈ ബജി മുളക് കാണുമ്പോൾ എപ്പോഴും ബജി അല്ലാതെ വേറെ എന്ത് സാധനം ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ച്, ഈ മുളക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ബജി ഉണ്ടാക്കി ഫ്ലോപ്പായൊരു കഥ എനിക്കുണ്ട്. സോ എനിക്ക് വേറെ എന്ത് ഈ സാധനം വെച്ച് ഉണ്ടാക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മാർവാടി കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കൊണ്ടുവരുന്ന ഒരു ഡിഷ് എനിക്ക് തലയിൽ ഉദിച്ചത്. അത് പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കുക, ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, വിളിച്ച് ചോദിക്കാൻ എനിക്ക് എന്തായാലും പറ്റിയില്ല, ഞാൻ ചോദിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഞാൻ കണ്ടുപിടിച്ചു. ബജി മുളക് എന്താ ചെയ്യാമെന്ന് ചോദിച്ചു ചാറ്റ് GPT എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാൻ യൂട്യൂബിൽ ചോദിച്ച് കണ്ടുപിടിച്ചു ആ ഒരു റെസിപ്പി. അത് ഒന്നുമില്ല, ഞാനിപ്പോൾ കാണിച്ച പൊടികളൊക്കെ ഇല്ലേ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ റെസിപ്പി ഇടുക, ഈ സാധനം ഇടുക, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു വെറൈറ്റി, നല്ലൊരു സംഭവം, സിമ്പിൾ സംഭവം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികൾ എന്തൊക്കെ ഇടണ്ടേന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം പറഞ്ഞേക്കാം. അതെല്ലാം കഴിഞ്ഞ് അതും ഒന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച് വഴുതനങ്ങ ഇട്ട് നന്നായിട്ട്, ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കും. കാരണം ഇപ്പോൾ ചുട്ട സമയത്ത് എന്തെങ്കിലും വേവാത്തതുണ്ടെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വഴുതനങ്ങ. വെന്തില്ലെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ ഈ കറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടില്ല മണത്ത് നോക്കുന്നത്, അതെന്തോ ഒരു ഇതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കും, എന്ന് വെച്ചാൽ മണത്ത് എനിക്ക് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊന്നും കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ മണത്ത് അതിൻ്റെ ഒരു വാസന വന്നാലേ അത് ഓക്കെ ശരിയായിട്ടാണ് കറി ആവുന്നത് എന്നുള്ളൊരു തോന്നലുള്ളിൽ നിന്ന് വരുള്ളൂ. എന്തൊക്കെ കഴിവല്ലേ. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. പൊടികളൊക്കെ എടുത്ത് വയ്ക്കുക, അങ്ങനെ ഓരോ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇട്ട് അങ്ങോട്ട് റെഡിയാക്കും. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ക്ലീനിങ് ആണ്. അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി. അവസാനം ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ മല്ലിയില നന്നായിട്ട് ഇടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലയുടെ ടേസ്റ്റ്, അതുകൊണ്ട് വാരി കോരി ഇടും. പിന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ട് കുറേ നേരമായി അതിങ്ങനെ പ്ലേറ്റിലേക്ക് ആക്കി. കാരണം ഞാൻ ഈ പാത്രത്തിൽ തന്നെ വേണം ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട്. ഇനി വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയ നേരത്തെ വറുത്തതിൻ്റെ ആ പൊടിപടലങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും ചെമ്മീൻ ചോറിലേക്ക് പിടിക്കത്തില്ല. ഈ ചെമ്മീൻ്റെ അകത്തൊരു സ്പെഷ്യൽ സംഭവം ചേർക്കുന്നുണ്ട്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ആ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഇത് വറുത്തെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കരിഞ്ഞു പോകുന്നതൊന്നും കണ്ട് പേടിക്കണ്ട, കുറച്ച് കരിയണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, അത് ഇച്ചിരി തീ കൂടി പോയതാണ്. പിന്നെ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റാം. ചെമ്മീൻ ചോറിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിളല്ലേ. പിന്നെ ചോറും കൂടി ഇട്ട് ചെമ്മീനും കൂടി ഇട്ട് അവസാനം ഇതൊന്ന് ഇച്ചിരി ആയിക്കഴിയുമ്പോൾ ഉപ്പിടണം. ഉപ്പിടാൻ ഞാൻ മറന്നുപോയായിരുന്നു, ഉപ്പിടണം കേട്ടോ. ആയിക്കഴിയുമ്പോൾ ഇച്ചിരി ഉലുവാപ്പൊടി, അത് ഞാനൊരു റീൽസിൽ കണ്ടതാണ് ഈയിടെ. ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വാസനയാണ്. സ്പൂൺ എടുത്ത് മണക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ പോലെ നല്ലൊരു വാസന വരും. അതൊരു സ്പെഷ്യൽ മണമാണ് കേട്ടോ. പിന്നെ ഇത് സാബുദാന പപ്പടം എന്ന് പറയാമോ എനിക്കറിയില്ല, സാബുദാന സംഭവം, പപ്പടം തന്നെ. അപ്പോൾ ഇത് കണ്ടോ, എന്ത് രസമാണല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്, ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പം ഞാനിത് ഇങ്ങനെ എണ്ണയിലിട്ട് വറുക്കാറില്ല, മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 40 സെക്കൻഡ് വെച്ചിട്ട് അത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് മൈക്രോവേവ് കം അവനാണ്. അപ്പം ഇത് കൊണ്ടേ വെച്ചപ്പോൾ ആൾ ഡെമോ കാണിച്ചായിരുന്നു പപ്പടം, പക്ഷേ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷേ അത് ഞാൻ വെറുതെ ട്രൈ നോക്കി. ഈ 2 എണ്ണമൊക്കെ ഞാൻ എന്തിനാ എണ്ണയിലിട്ട് വറുത്ത് എണ്ണ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ നോക്കിയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെൽത്ത് വൈസ് ഓൾസോ ഇസ് ഗുഡ്, നമ്മൾ എണ്ണ അത്ര എടുക്കുന്നില്ലല്ലോ. സോ ഇപ്പോൾ ഇതാണ് എൻ്റെ പപ്പടം വറുക്കാനുള്ള വിദ്യ. നമുക്ക് നമ്മുടെ ചെമ്മീൻ ചോറൊക്കെ പ്ലേറ്റിലാക്കി, പിന്നെ നമ്മളുടെ വഴുതനങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോൾ എന്തോ പോലെ, ചതച്ചത് അത് പറയുമ്പോൾ എന്തോ പോലെ. എനിവേസ് ആ സംഭവം. പിന്നെ ബജി മുളക് ചെറുതായിട്ടൊന്ന് വാട്ടിയത്, പിന്നെ തൈര്. കുശാലല്ലേ. ഞാൻ എൻ്റെ അംഗവസ്ത്രമൊക്കെ അങ്ങോട്ട് ഊരി ചാടി എക്സൈറ്റ്മെൻറ്റിൽ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക്.
ഉച്ചത്തെ ഊണ് അല്ലെങ്കിൽ രാത്രിയിലത്തെ ഡിന്നർ തിന്നുക. ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, ഒരു സുഖമുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. ഇത്രയും വർഷം സണ്ണിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ മാറി മാറി നിന്നതുകൊണ്ട് ഡെയിലി കുക്കിങ്ങിൽ എനിക്ക് വലിയ റോളില്ല. ലീഡ് ക്യാരക്ടേഴ്സ് എപ്പോഴും അമ്മമാർ തന്നെയായിരുന്നു അവിടെ. അവർക്ക് സഹായത്തിന് ചേച്ചിയുണ്ട്. സോ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ 3 നേരം ഇത്ര സമയത്തിനുള്ളിലെല്ലാം ഉണ്ടാക്കി തീരണം അങ്ങനത്തെ ഒരു പ്രഷറൊന്നും എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല. മേ ബി എപ്പോഴെങ്കിലുമൊക്കെ ചേച്ചി വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ, അപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തേക്ക് മേ ബി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ, അപ്പോൾ അതിന് സമയം എടുത്തൊക്കെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. സോ എനിക്കതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഈ 3 നേരം എന്തുണ്ടാക്കണ്ടേന്ന് ആലോചിച്ച് ടെൻഷൻ മൊത്തം അവർക്കായിരുന്നല്ലോ. അവരെന്ത് അതായത് അമ്മമാരെന്ത് തീരുമാനിക്കുന്നോ അങ്ങനെയാണ് വീട് ഓടിക്കൊണ്ടിരുന്നത്. ആ രീതിയിൽ ജീവിച്ചിട്ടേ ഇവിടെ വന്നപ്പോൾ ആഹാ, എങ്ങനെ ഇതൊക്കെ ഓടിക്കുന്നത്? ഈ 3 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്ത് കുക്ക് ചെയ്യും? എൻ്റെ പൊന്നേ, നല്ല പ്ലാനിങ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്ലാനിങ് മാത്രം പോരല്ലോ, ഇത് കുക്ക് ചെയ്യാനും കൂടെ അറിയണമല്ലോ. അപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഒരു മെയ്ഡിനെ വെക്കാൻ ഇസ് വെരി ഈസി. എന്ന് വെച്ചിട്ട് മെയ്ഡിനെ വെക്കുന്നത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ റോങ് കോൺസെപ്റ്റ് ആണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് കുക്കിംഗ് ഇഷ്ടമില്ലാത്തവർ, വർക്ക് ചെയ്യുന്നവർ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സഹായം എന്തായാലും വേണ്ടി വരും. ഇതിപ്പം ഞാൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. സോ ഐ തോട്ട് അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കും ശരിയല്ലല്ലോ, എനിക്ക് തന്നെ ഇത് ഓടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഞാനുമായിട്ട് എടുക്കുന്ന ഒരു ചലഞ്ചാണ് കേട്ടോ. മോൻ ഉച്ചവരെ സ്കൂളുള്ളൂ. സോ ഐ തോട്ട് ഞാൻ ഇനിയിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൻഡ് വർക്കിന് പോകും. ഈവനിങ് ഞാൻ വരുമ്പോൾ അപ്പോൾ ഉച്ചയ്ക്ക് ഇവൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവനെ നോക്കാൻ ആരെങ്കിലും നമ്മൾ നിർത്തേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ വേണ്ട, ഇപ്പോൾ വന്ന് കുറച്ചല്ലേ ആയുള്ളൂ. ഇപ്പോൾ ഈ റുട്ടീനൊക്കെ ആയിട്ടൊന്ന് സ്ഥിരമായിട്ട് നമ്മളൊന്ന് ഈസി ആയിട്ട് പതിയെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു തോട്ടിലാണ് ഇരിക്കുന്നത്. അതുവരെ ഞാനാണ് ഈ കുക്കിംഗ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയൊക്കെ എനിക്കുണ്ട്. കാരണം അമ്മമാരിത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഈസ് വെരി ഈസി. ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ പറയുന്നത്, ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ആലോചിച്ചത് എന്തിനി രാവിലെ കുക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ ഇത്രമാത്രം ആലോചിക്കുന്നത്, രാവിലെ എന്തെങ്കിലും എടുത്ത് കുക്ക് ചെയ്താൽ വരെ എന്തൊക്കെയായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ എല്ലാ വീക്കെൻഡും 2 മണിക്കൂർ ഇരുന്ന് ആലോചിച്ച് വേണം ഉണ്ടാക്കാൻ. എന്നാലും മീൽ പ്രെപ്പിംഗ് ഒന്നും ഇടയ്ക്ക് നടക്കില്ല. കാരണം വീക്ക് മൊത്തം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീക്കെൻഡ്സ് ഞാൻ നോക്കിയിരിക്കും എവിടെയെങ്കിലും പുറത്ത് പോകാനും അങ്ങനെയൊക്കെ. അപ്പോൾ വീക്കെൻഡും കൂടെ ഞാൻ ഈ മീൽ പ്രെപ്പിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ആകെ മടുത്തു പോവില്ലേ. സോ എൻ്റെ തോട്ട് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യും. എന്തൊക്കെ വീക്ക് ഡേയ്സിൽ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഒക്കെ വെച്ചിട്ട്, ലെഫ്റ്റ് ഓവേഴ്സ് ഒക്കെ വെച്ചിട്ട് വീക്കെൻഡ്സ് ഓടിക്കും. ഇടയ്ക്കൊന്ന് പുറത്തു പോയി കഴിക്കും. സോ അങ്ങനെ ആണ് ഓട്ടം. ചിലരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ രാവിലെ തന്നെ എല്ലാ കുക്കിങ്ങും തീർത്ത് പിന്നെ ബാക്കി അവരുടെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി അങ്ങോട്ടാണ് എൻ്റെ പോക്ക്. എനിക്കത് വേണം. രാവിലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 11 ഒക്കെ ആകുമ്പോൾ, രാവിലെ 8 o'clock തീർത്ത് വർക്കിന് പോകുന്ന സ്ത്രീകൾ കൊണ്ടിട്ട് എൻ്റെ ദൈവമേ, അവരെ സമ്മതിക്കണം. മേ ബി ഹെൽപ്പ് പോലും ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇനി പുറത്തുള്ളവർക്കൊക്കെ ആരും ഹെൽപ്പ് ഉണ്ടായിട്ടാണ്. അവർ വീക്കെൻഡ്സ് ഇരുന്ന് മീൽ പ്രെപ്പ് ചെയ്യും, വീക്ക് ഡേയ്സ് ജോലിക്കും പോവും, എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ പണിയും തീർത്ത് അവർ ഓഫീസിലും പോവും. പിന്നെ മ്യൂച്വലി ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ അതെൻ്റെ ഒരു സാധനം ഡെലിവർ ആയതാണ് കേട്ടോ. ഇവിടെ സണ്ണി എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തുണി ഓൾറെഡി അലക്കി വാഷിംഗ് മെഷീനിലുണ്ടാവും. സണ്ണി അത് വിരിച്ചിടുന്നത്, തലേദിവസം വിരിച്ചിട്ടത് മൊത്തം മടക്കി വയ്ക്കുന്ന പുള്ളിയാണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മിക്കതും നോക്കുന്നത് സണ്ണി ആയിരിക്കും കേട്ടോ. പിന്നെ വീക്കെൻഡ്സ് ഒരു മീല് പുള്ളി കുക്ക് ചെയ്യും. കാരണം ഇപ്പം ഞാൻ നാട്ടിൽ പോകും, അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാലും ഫുൾ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. പുള്ളിക്ക് എന്തെങ്കിലും അറിയണമല്ലോ. സോ അങ്ങനത്തെ ഹെൽപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ മ്യൂച്വലി ആയിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ ഇതിലുണ്ട്. ഇപ്പം എനിക്ക് കുക്കിംഗ് ചെയ്യാൻ സമയമുള്ളതുകൊണ്ടും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രമാണിച്ച് ഞാൻ മാത്രമാണ് മെയിൻലി കുക്കിംഗ് ഉള്ളൂ. ഇത് ഇനാൽസയുടെ ഒരു ചോപ്പർ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഒരു തവണ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കാണുന്ന ക്യാരറ്റ് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ക്യാരറ്റ് എടുത്തിത് അടിപൊളി സാധനമാണ് കേട്ടോ ചോപ്പർ. ഇതും ബൊറോസിലിൻ്റെ ഒരു ചോപ്പറുമായിരുന്നു എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. 2 ബ്ലേഡ് വരുന്നുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ വെച്ച് കാണിച്ചില്ലായിരുന്നു. ഇത്രയും നൈസായിട്ടത് ചോപ്പായി എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമായി എനിക്ക് ഈ സാധനം. ഞാൻ കുറേ റിവ്യൂസൊക്കെ വായിച്ച് കുറേ ആലോചിച്ച് യൂട്യൂബിലൊക്കെ നോക്കി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ.
നല്ല റിവ്യൂസൊക്കെ ആയിരുന്നു. സോ ആ ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നു. ഈ അടുക്കളയിൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈസി ആക്കുന്നത് റൈറ്റ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പർച്ചേസ് ഞാൻ ചെയ്തതിൽ ഈ സംഭവം. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ചോപ്പർ നിങ്ങൾ ആലോചിക്കും. ഒരു തവണ ഞാൻ യൂസ് ചെയ്തുള്ളൂ. ഞാൻ അത്ര ഒരു റിവ്യൂ പറയാൻ അത്ര ഇതായിട്ടില്ല. പക്ഷെ ആദ്യത്തെ യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ മീറ്റൊക്കെ നമുക്ക് ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാവുന്നതൊക്കെയാണ്. സോ ഞാൻ നന്നായിട്ട് കുറച്ചുകൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് റിവ്യൂസ് പറയാം. പക്ഷെ ആദ്യത്തെ യൂസിൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഐ എം വെരി 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 ഹാപ്പി അബൌട്ട് ദിസ് പർച്ചേസ്. സോ ഇനി ഇത് വെച്ചിട്ടായിരിക്കും എൻ്റെ അങ്കത്തട്ടിലുള്ള ബാക്കി പണികളൊക്കെ വരുന്നത്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ക്യാരറ്റ് എടുത്തുകൊണ്ട് എനിക്കിതൊന്നും ആവശ്യമില്ല. ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞല്ലോ. സോ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചിങ്ങോട്ട് എടുക്കും. പൊടിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇവിടെ നിറച്ച് പൊടിയാണ്. സോ എല്ലാ ദിവസവും തുടയ്ക്കണം. നിലം തുടയ്ക്കണ കാര്യമല്ല, നിലം തുടയ്ക്കണം, പൊടി ഉണ്ടാവും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ മേശയും ഇതൊക്കെ, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇവിടെ പൊടി വന്നിട്ട് ആൾക്കാർ ജീവിക്കാത്ത വീട് പോലെ ഇരിക്കും. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താല്ലേ സാറ്റിസ്ഫാക്ഷൻ. ഇനി പാത്രമൊക്കെ എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ ഒരു സമാധാനം കിട്ടും. എന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ട് ഞാൻ ആ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യും. അതാണ് എൻ്റെ നെക്സ്റ്റ് ലെവൽ സന്തോഷം എന്ന് പറയുന്നത്. ഇന്നത്തെ പർച്ചേസ് വാസ് ഗുഡ്. അത് കഴിഞ്ഞിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആയി ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇതുമായിട്ട് ഞാനൊരു കാരമൽ കാപ്പി കുടിച്ചതാണ് കേട്ടോ. എനിക്ക് ഒരു കാപ്പി കുടിക്കാൻ തോന്നി. പക്ഷേ ആ കാരമൽ കുറച്ച് കരിഞ്ഞു പോയതുകൊണ്ട് വേറൊരു ചൊവയായിരുന്നു. നല്ല അത് കുടിച്ചു തീർത്തു. ഞാൻ വീഡിയോയിലൊക്കെ ഭയങ്കര അടിപൊളി കാണിക്കും കേട്ടോ. പക്ഷേ അത് കുറച്ച് കരിഞ്ഞുണ്ടായിരുന്നു. വേറൊരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്നിട്ട് നന്നായിട്ട് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ആ കാപ്പിയും കുടിച്ച് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്തു. യെസ്, ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ റിലാക്സ് ചെയ്യണത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ഓഫ് കുക്കിങ്ങിലേക്ക് കടക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.